അനുമോളെ ടാസ്കിൽ നിന്ന് ഔട്ടാക്കാനായിട്ട് നെവിന്, അക്ബർ, ആദില ഇവരെല്ലാം കൂടെ ഭയങ്കരമായ ഒരു തയ്യാറെടുപ്പാണ്. നെവിൻ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളെ. എന്നാൽ അനുമോളാണെങ്കിൽ ആദ്യമൊക്കെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ എന്നോട് പറഞ്ഞു, നിൻ്റെ കാര്യം തിരക്കി പോകുന്നൊക്കെ പറഞ്ഞിട്ടും നെവിൻ കേൾക്കുന്നില്ല. ലാസ്റ്റ് അനുമോൾ പറയുന്നുണ്ട്, നിനക്ക് നാണമില്ല, ആണുങ്ങളുടെ പേര് കളയാനായിട്ട് നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? നീ ആരടി കുലസ്ത്രീ അല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അത് നല്ല സ്ത്രീകളെ വിളിക്കുന്ന പേരാണോടാ കുലസ്ത്രീ, എനിക്കതിനകത്ത് ഒരു നാണക്കേടുമില്ല. നീ വിളിച്ചു, ഞാനൊരു നല്ല സ്ത്രീയാണ്, എനിക്ക് നന്നായിട്ടറിയാം. നീ വിളിക്കുന്നതിനകത്ത് തന്നെ അഭിമാനമേ ഉള്ളൂ. പക്ഷെ നീ അങ്ങനാണോടാ? ആണുങ്ങളുടെ വില കളയാനായിട്ട് നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? കാതി കുറേ കമ്മലിവിടെ വന്നേക്കുന്നു, പോയി ബ്രഷ് ചെയ്യടാ. ഇത്രയൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ നോക്കണേ. അത്രയും വൃത്തിയോടെ അവിടെ കാണിച്ചു കൂട്ടിയിട്ടായിരിക്കണമല്ലോ അനുമോൾ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും ഒരാളുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആരും ഒരാളെ ഒന്നും പറയത്തില്ല. എന്തെങ്കിലും ഇച്ചിരി ഉണ്ടായിട്ടായിരിക്കുമല്ലോ അനുമോൾ പറയുന്നത്. പിന്നെ അപ്പോഴെല്ലാം അവൻ ഔട്ടായി കഴിഞ്ഞ് അപ്പം മുതൽ അനുവിനെ ഔട്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. എത്രയെന്ന് വെച്ചാണ് മനുഷ്യൻ സഹിക്കുന്നത്? എല്ലാത്തിനും ഒരു മര്യാദയില്ലേ? ബിഗ് ബോസ് എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്യുന്നറിയോ? ഇതൊരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക്കാണ്. അതുകൊണ്ട് കണ്ടസ്റ്റൻറ്റുകൾക്ക് ഇത്രയും ശല്യം ചെയ്യാൻ പാടില്ല. നെവിനെ 3-4 പ്രാവശ്യമാണ് ഇന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പറഞ്ഞ് വാൺ ചെയ്തത്. ബോൾ അവിടെ നിന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാത്രമേ എറിയാൻ പാടുള്ളൂ. ഇത് ബോൾ എറിയാനെന്നുള്ള വ്യാജേന വന്നിട്ട് അനുമോളുടെ മുമ്പിൽ നിന്നിട്ട് അങ്ങോട്ട് ഓരോന്ന് ചോദിക്കുകയാണ്, മുഖത്ത് നോക്കി ദേഷ്യം പിടിപ്പിക്കുന്ന ഓരോ വാക്കുകൾ പറഞ്ഞ് അനുമോളെ ദേഷ്യം പിടിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു ടാസ്കിൽ നിന്ന് അനുമോളെ ഔട്ടാക്കണം. വേറെ ഒരു ലക്ഷ്യവുമില്ല നെവിന്. ഒരു ടാസ്കിൽ ഒരാളോട് നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു വിരോധം എന്തെങ്കിലും തോന്നിയെന്നിരിക്കട്ടെ, പക്ഷേ അത് കുറച്ച് നേരം കഴിയുമ്പോൾ മാറത്തില്ലേ? അവിടെ എല്ലാവരുടെയും ഒരു രീതി അങ്ങനെയാണ്. കുറച്ച് നേരത്തേക്ക് ഒരു പിണക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ടാസ്കിനിടയിൽ നടന്ന പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം അതെല്ലാം കളയും. പക്ഷേ അങ്ങനെ കളയാതെ അത് മനസ്സിൽ കൊണ്ട് കിടന്ന് വൈരാഗ്യത്തിൽ പെരുമാറുന്ന ഒരേ ഒരു വ്യക്തി ആ വീട്ടിൽ ഇപ്പോൾ ആ നെവിൻ മാത്രമേ ഉള്ളൂ. അനുമോളോട് മാത്രമാണ് നെവിൻ ഇത്രമാത്രം വൈരാഗ്യം. നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാവുമാനോടും അതേ വൈരാഗ്യം നെവിനുണ്ട്. അതുകൊണ്ട് സാവുമാനെയോ അനുമോളെ ഒരേപോലെ ആയിരുന്നു നെവിൻ എറിഞ്ഞതുമൊക്കെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ടാസ്കിനിടയിൽ ഈ നെവിൻ കൊടുത്തുകൊണ്ടിരുന്നത്. ആദില, നെവിൻ, ഷാനവാസ്, അനീഷ് ഇവർ 4 പേരും അനുമോളെ ഇങ്ങനെ ബോൾ വെച്ച് എറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടാസ്കിൽ നിന്ന് അനുമോൾ ഔട്ടായിരിക്കുകയാണ്. ഇനി ഈ ടാസ്കിൽ ബാക്കിയുള്ളത് 3 പേര് മാത്രമാണ്, ആര്യൻ, നൂറ, അക്ബർ.